ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പാണ് രാജവെമ്പാല. വിഷപ്പാമ്പുകളിൽ ഏറ്റവും വീര്യമുള്ളതല്ല ഇതിന്റെ വിഷം. പക്ഷെ ഒരൊറ്റ കടിയിൽ പുറത്തുവിടുന്ന വിഷത്തിന്റെ അളവ് 20 പേരെയോ ഒരു ആനയെ വരെ കൊല്ലാൻ തക്ക ശേഷിയുള്ളതാണ്. ഇപ്പോഴിതാ 1.5 മാസത്തിനിടെ നേപ്പാളിലെ എവറസ്റ്റിന് സമീപം 10 വിഷപ്പാമ്പുകളെ പിടികൂടിയതിനെ തുടർന്ന് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് വിദഗ്ധർ. 9 രാജവെമ്പാലകളെയും ഒരു മോണോക്ലേഡ് മൂർഖനെയുമാണ് പിടികൂടിയത്. കാഠ്മണ്ഡു താഴ്വരയിലെ ഗോപാലേശ്വർ, ബൻജിയാങ്, സോഖോൽ, ഫുൽചൌക്ക് എന്നീ 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് പാമ്പുകളെ രക്ഷപ്പെടുത്തിയത്. പ്രദേശവാസികൾ മാത്രമല്ല, ലോകം മുഴുവനും ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇത് മറ്റെന്തിന്റെയോ അപകട സൂചനയാണ് എന്നുവരെ വാർത്തകൾ എത്തുകയും ചെയ്തു കഴിഞ്ഞു. ഇനി എവറസ്റ്റ് കൊടുമുടിക്ക് സമീപമുള്ള പാമ്പുകളുടെ സാന്നിധ്യം ആശങ്കാജനകമാകുന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. രാജവെമ്പാലുകളും മോണോക്ലേഡ് മൂർഖനുകളും ഇവ രണ്ടും പ്രധാനമായും തെക്കൻ നേപ്പാളിലെയും വടക്കേ ഇന്ത്യയുടെയും ചില ഭാഗങ്ങളുള്ള തരായി പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. മഞ്ഞുവീഴ്ച കുറഞ്ഞ ഇടങ്ങളാണ് ഈ ഒരു പ്രദേശം. എന്നാൽ താപനില വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് അവ ഇപ്പോൾ കുന്നിൻ പ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും കണ്ടുവരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാജവെമ്പാല അടക്കമുള്ള വിഷപ്പാമ്പുകളെ വേനൽക്കാലത്താണ് കണ്ടുവരാറുള്ളത്. കാഠ്മണ്ഡു താഴ്വരയിൽ ഈ വിഷപ്പാമ്പുകളുടെ സാന്നിധ്യം മുൻപൊന്നും കണ്ടിട്ടുമില്ല.